ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിന് മുന്നേ വീഡിയോ ഇട്ട ആറാംപാടം എന്നുള്ള, അതായത് പാലക്കാട് ജില്ലയിലെ ഏറ്റവും കൂടുതലായിട്ട് നെല്ല് സംരംഭ കേന്ദ്രമായിട്ടുള്ള ആറാംപാടം എന്നുള്ള ജംഗ്ഷനിലാണ്. അവിടെ ഒരു നെൽപ്പാടത്താണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. അതായത് ആറാംപാടം എന്ന് പറഞ്ഞാൽ പാടശേഖരമാണ്. നല്ല മഴയുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ ക്ലോസ് ചെയ്യും. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോയിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ നമ്മളിപ്പോൾ കാണുന്ന പാടത്ത് കുറേ ചേച്ചിമാർ അമ്മമാരെല്ലാം പണിയുന്നുണ്ട്. അത് കളവലിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ കുറേ തെങ്ങ് വരുമ്പോൾ അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഈ പാടശേഖരത്തിൻ്റെ ഓണേഴ്സ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ വിളവെടുപ്പിൻ്റെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ പേരും ഡീറ്റെയിലൊക്കെ ഞാൻ ചോദിക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ്. ചേട്ടൻ്റെ പേരൊന്ന് പറയുമോ? ഉണ്ണികൃഷ്ണൻ. ഇവിടെ തന്നെയാണ് നിങ്ങളുടെ വീട്? ഇവിടുത്തെ ആറാംപാടം തന്നെയാണ്. ഇവിടുത്തെ പീഡിക്കോട്. ഓക്കെ. ഇതിപ്പോൾ എത്ര വർഷമായി നിങ്ങൾ തുടങ്ങിയിട്ട്? 35 വർഷമായിട്ട്. കുഴപ്പമില്ലല്ലോ ഇപ്പോൾ? കുഴപ്പമില്ല. ഇത് തേങ്ങയൊക്കെ നല്ല കമ്മിയായതുകൊണ്ട് വിലയില്ലല്ലേ? ഓക്കെ. ഞങ്ങൾ തേങ്ങയുണ്ട്, പക്ഷേ നമുക്ക് തേങ്ങയ്ക്ക് ഒന്നുമില്ല, വിലയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഓക്കെ, എന്തായാലും വളരെ നന്ദിയുണ്ട്. 35 കൊല്ലമായില്ലേ നിങ്ങൾ തുടങ്ങിയിട്ട്? അച്ഛന്മാരുണ്ടല്ലേ? അതിപ്പോൾ നിങ്ങൾക്ക് എത്ര ഉണ്ടാവും ഏകദേശം? നിങ്ങൾക്ക് കൃഷി 4 ഏക്കർ ഉണ്ടല്ലേ? നിങ്ങളുടെ സ്വന്തമായിട്ടില്ല? ഓക്കെ, ആയിക്കോട്ടെ. താങ്ക് യു. ഓക്കെ. അല്ല ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് പീഡിക്കോട് എന്നുള്ള സ്ഥലമാണ്. ഇത് ആറാംപാടം ജംഗ്ഷനിലാണ് ഈ പറയുന്ന പാടശേഖരം. പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട് തൊട്ടപ്പുറത്തായിട്ടുള്ള പീഡിക്കോട് എന്നുള്ള സ്ഥലത്താണ് കേട്ടോ. 35 വർഷമായി ഈ കൃഷി അദ്ദേഹം തുടങ്ങിയിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ അതായത് പാലക്കാട് ജില്ലയാണ് നെല്ലിൻ്റെ കലപറ, അല്ലെങ്കിൽ നെൽ സംരംഭ കേന്ദ്രം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയാണ് കേട്ടോ. എന്ന് വെച്ച് മറ്റുള്ള ജില്ലകളില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് എക്സ്പോർട്ടിങ് ചെയ്യുന്നത്. മറ്റുള്ള രാജ്യങ്ങളിലേക്കും മറ്റുള്ള ഭാഗത്തേക്ക് എക്സ്പോർട്ടിങ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ കാലടിയാണ്. കാലടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ മെയിൻ ഹെഡ് ഓഫീസ്. അവിടെ നിന്നാണ് ഇത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള നെൽപ്പാടമാണ്. ഇതുപോലെ സാധാരണപ്പെട്ട ആളുകളും എല്ലാവരും ചെയ്യുന്ന നെൽപ്പാടം തപ്പ ചേച്ചിമാരും അമ്മമാരെല്ലാം പറയുക. അതുപോലെ ഇത് ഏകദേശം ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2-2.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു മഞ്ഞ, അതായത് കതിരെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നെല്ല് വളർന്നു വരുന്നതിൻ്റെ ഒരു രൂപം കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് നോക്കിയാൽ മൊത്തം മഞ്ഞയായിരിക്കും. നമ്മുടെ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഗോൾഡിൻ്റെ കളറായിരിക്കും. അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇതായിരിക്കും നമുക്ക് കാണാൻ കഴിയും. ആ സമയത്ത് നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളിവിടെ എന്ത് ചെയ്യും, ഇത് മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോട് പറഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റും. ഇപ്പോൾ നമ്മൾക്കറിയാമല്ലേ, കൊല്ലങ്കോട്, നമ്മുടെ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് അറിയപ്പെട്ട് ഒരുപാട് അതുപോലെ ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെയുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അത്രയും നല്ല ഗ്രാൻഡായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ ഒരു 4 മിനിറ്റോളമായി. ഞാൻ എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എന്നത്തെയും പോലെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ടും ഇതെല്ലാം എനിക്ക് ആവശ്യം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോൻ്റെ താഴത്തായിട്ട് സബ്സ്ക്രൈബ് എന്നുള്ള ബ്ലാക്ക് ബട്ടൺ ഉണ്ട്, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫോണിൻ്റെ ഇന്നൊരു ഭാഗത്തായിട്ട് ബെല്ലൈക്കൺ ഉണ്ട്. അതായത് ബെല്ലൈക്കൺ അമർത്തുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഓരോന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിന് തൊട്ട് താഴെ തന്നെ ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആറാംപാടത്തു നിന്നാണ് സംസാരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ പള്ളിമുക്ക് ജംഗ്ഷനിൽ നിന്നും കരിപ്പാൽ റൂട്ടിലേക്ക് പോകുന്ന ഒരു ഗ്രാമപ്രദേശമായിട്ടുള്ള ആറാംപാടം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു ഇതേപോലെ ഗ്രാൻഡായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ. ഓക്കെ, ബായ്.